സർ, ഈ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ നാട്ടിൽ ഈ ക്യാൻസർ രോഗം ഇരട്ടിയായിട്ട് തുടരുകയാണ്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തായിരിക്കും? ഇതിൻ്റെ മെയിൻ റീസൺ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് അമിതമായ ചോക്ലേറ്റ്സ് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് അമിതമായിട്ട് മിഠായികൾ കഴിപ്പിക്കാറുണ്ട്. അത് ഉറക്കത്തിലും ഒക്കെ ചോക്ലേറ്റ് കഴിക്കുന്നത്. അത് അങ്ങനെ കഴിച്ച് എന്തെങ്കിലും അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് തിന്ന കുട്ടികൾക്ക് സാധാരണ പലതരം അസുഖങ്ങളുണ്ടാകുന്നുണ്ട്. എനിക്കറിയാൻ ചില പേഷ്യൻസൊക്കെ 3 വയസ്സായ ഒരു കുട്ടി സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു കിഡ്നി എടുത്തേച്ചാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അത് വാസ് 10-15 years ബാക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരത്ര വിചാരിച്ച് ഇനി മറ്റേ കിഡ്നിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെപ്പറ്റി അറിയുന്നത്. ആ കുട്ടി എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ ചികിത്സിച്ച് ഭേദമാക്കി. ആ സുഖേടിൻ്റെ പേരാണ് ന്യൂറോബ്ലാസ്റ്റോമ. അപ്പോൾ അതിൻ്റെ ഒരു കിഡ്നി ഞാൻ സേവ് ചെയ്തു ചികിത്സ വഴി. അതിനുശേഷം ഇപ്പോൾ 14-15 വയസ്സായി. ഇക്വസ്റ്റ്യൻ, അതായത് കുതിര സവാരി ചെയ്യുക കുട്ടി. ഇപ്പോൾ കുതിരപ്പുറത്ത് കയറി കുതിര ഓടിക്കും. +2 +1 അങ്ങനെ പഠിക്കുകയാണ്. ഇപ്പം വളരെ അനുസരിക്കുകയാണ്. സ്പോർട്സ് കാര്യത്തിലാണ്. അപ്പോൾ അത് എൻ്റെ ചികിത്സയുടെ ഫലമാണിതുകൊണ്ടാണ് ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പല ന്യൂറോബ്ലാസ്റ്റോമ പേഷ്യൻസ്, ഹംഗറിയിലൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ ഇവിടുന്ന് മരുന്ന് ഓൺലൈനിൽ അയച്ചു കൊടുത്തിട്ട് സുഖമായിപ്പോയി. അതുപോലെ ന്യൂറോബ്ലാസ്റ്റോമ കേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, അപ്പോൾ മരുന്നുകൾ കൊടുത്താൽ ആ തക്ക സമയത്ത് കൊടുക്കണം. എന്നാൽ അത് ഫലിക്കും. ആ രോഗി സുഖമാവുകയും ചെയ്യും.